I'm calling you to ask you, do you still love me? I woke up, felt deep, I'm wondering, can you say I do still love you? What's wrong with my head? I keep doubting. നമ്മൾ വിൻഡോസിലൊക്കെ പണ്ട് വാൾപേപ്പർ ഒക്കെ ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ലൊക്കേഷൻ ഉണ്ട് ഓറിഗണിൽ. ഇറ്റ്സ് കോൾഡ് കാനൻ ബീച്ച്. അവിടെയാണ് നമ്മളിപ്പോൾ ഇവിടെ. ആ കാണുന്നതാണ് ആ വാൾപേപ്പർ. അയ്യോ ഈ ബീച്ചസ് ഒക്കെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ വളരെ കുറവാണല്ലേ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആൻഡ് ഒരു ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് അത് നമുക്ക് തരിക. അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയ ഒരു ബെസ്റ്റ് സ്പോട്ടാണ് ഇത്. ഒരു ഡ്രീമി വൈബാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയത് കേട്ടോ. ഇതൊരു മാസീവ് ഹെയ്സ്റ്റാക്ക് റോക്ക് ഉണ്ട്, അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ വിൻഡോസിലൊക്കെ കാണുന്ന ഒരു ഐക്കോണിക് സ്പോട്ടിലാണ് നമ്മളിപ്പോൾ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നല്ല രസമായിട്ട് പിക്ചേഴ്സൊക്കെ വന്നു. അങ്ങനെ കുറേ സമയം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്ത് നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിൽക്കാൻ തന്നെ ഒരു രസമാണ്. ടൈം പോയതേ ഞങ്ങൾ അറിഞ്ഞില്ല. എന്തായാലും ഇതൊരു വലിയ ഭാഗ്യമായിട്ട് കാണുന്ന, കാരണം ഇതൊക്കെ നമ്മൾ ഞാൻ അവനെ വീഡിയോ എടുക്കാൻ വെച്ചിട്ട് ഡാൻസ് ഒക്കെ കളിച്ച് കാണിക്കുകയാണ്. ആജി ഹാപ്പിയാണല്ലേ ഇത് കാണാൻ പറ്റിയതിൽ? ഒരു ഡ്രീം അല്ലേ ഇത്? എന്നെക്കാളും കൂടുതൽ ഇതൊക്കെ കാണാൻ എക്സൈറ്റഡ് ആയിട്ടുള്ളത് അജിയാണ്. എനിക്ക് അങ്ങനെ ഒന്നുമില്ല, ബട്ട് കണ്ട രസം അങ്ങനെ അല്ലേ. ബട്ട് നമ്മൾ വിചാരിച്ചത് സണ്ണൊന്നും ഉണ്ടായിരിക്കില്ല എന്നാണ്, കാരണം വരുന്ന സമയത്ത് കുറച്ച് നല്ല മഴ പോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നല്ല വെതറാണ്. പിന്നെ ഇവിടെ നല്ല നായക്കുട്ടികളൊക്കെ ഉണ്ട് നിറയെ. എല്ലാവരും ഡോഗ്സ് ആയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഡോഗ്സ് ആയിട്ട് വരണം എന്ന് തോന്നണേ. എനിക്ക് ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ് സീരിയസ്ലി ഒരു ഡോഗ് വേണം തോന്നുന്നത്. നോക്ക്, എല്ലാവരുടെ കയ്യിലും ഉണ്ട് ഓരോ കുട്ടി കുട്ടി ഡോഗുകൾ കേട്ടോ. സൺസെറ്റ് ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടി അടിപൊളിയായിരിക്കും തോന്നുന്നു. ഇപ്പൊ സണ്ണ് അതിന്റെ ആ മേഘത്തിന്റെ അകത്ത് മറഞ്ഞിരിക്കുകയാണ്. ബട്ട് എന്നാലും ആ ഒരു ഡ്രീമി ലുക്കാണ് ഇവിടെ മൊത്തത്തിൽ കാണാനായിട്ട്. ഈ ഒരു ഈവനിങ് സമയത്ത് സൺസെറ്റ് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഫാമിലി ആയിട്ട് ഗെയിംസ് കളിക്കുന്നുണ്ട് കുറേ കുട്ടികൾ. ഇങ്ങനെ കുറേ ഫാമിലീസ് ഈ ചെയറിലിരുന്ന് തീ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കാരണം കുറച്ച് തണുപ്പുണ്ടായിരുന്നു. പിന്നെ കുറേ നായക്കുട്ടികളെ കൊണ്ട് ആൾക്കാർ വാക്കിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല നല്ല മൊമെൻറ്റ്സ് അവിടെ ഉണ്ടായിരുന്നു. അവിടെ മൗണ്ടെയിനാണ്, ഇവിടെ ബീച്ചും. ഇവിടെ വന്നിട്ട് ഇന്ന് ലോ ടൈഡും കൂടെ ആണ് കേട്ടോ. സോ ദാറ്റ്സ് വൈ നമുക്ക് ഈ ബീച്ചൊക്കെ ഇവിടെയൊക്കെ ഇറങ്ങാം. അല്ലെങ്കിൽ ഇതുവരെയൊക്കെ വെള്ളം വരുന്നാണ് പറയണേ. വെള്ളം കയറിയാണ് നമുക്ക് റിയലി ലക്കി, ബിക്കോസ് ലോ ടൈഡ്, ലെസ് ക്ലൗഡി, ഫുൾ സൺ ആൻഡ് ദെൻ ദിസ് ബ്യൂട്ടിഫുൾ വ്യൂ. നത്തിങ് ക്യാൻ ഗെറ്റ് ബെറ്റർ ദാൻ ദിസ്, റൈറ്റ്? ഓ മൈ ഗോഡ്, സനി ഇവിടെ നിന്ന്. This is so unreal, everyone. To be honest, ഞാൻ ഇത്രയും ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റ് കുറേ നാക്കേഷമാണ് കാണുന്നത്. ലൈക്ക് ദിസ് ക്ലിഫ് ആൻഡ് ദെൻ യു ക്യാൻ ലിറ്ററലി സീ സ്റ്റാർസ് ഓർ സ്റ്റാർ ഫിഷ് ഇവിടെ ഉണ്ട്. നമുക്കത് തൊട്ടുകൂടാ, കാരണം വന്നിട്ട് ഐ തിങ്ക് ജസ്റ്റ് ടു പ്രിസർവ് നേച്ചർ. ബട്ട് ലെറ്റ് മീ സീ ഇഫ് ഐ ക്യാൻ ഷോ യു ഗൈസ് സംതിങ് റിയൽ ക്ലോസ്. ഇവിടെ ഒരെണ്ണം ഉണ്ട്, ആക്ച്വലി കുറേ ഉണ്ട് sea stars. It's a whole family of sea stars here, starfish. വേറൊരുത്ത ഇവിടെ അടുത്തുണ്ട്. Some more closer. So heavenly ആണ് കേട്ടോ. സന അങ്ങനെ മെസ്മറൈസ് ആയി. ഷീസ് ജസ്റ്റ് വാണ്ടറിങ് അറൗണ്ട്. ഞാനും ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ പോയി ഞങ്ങൾ രണ്ട് വ്ളോഗായിട്ട് ഇങ്ങനെ എടുക്കുകയാണ്. വർത്ത് മിസ്റ്റി ആൻഡ് പ്രിസ്റ്റീൻ ബീച്ച് വിത്ത് ദി സൺസെറ്റ്. ഇവിടെ ഇന്ന് നോർമലി ക്ലൗഡി ആയിട്ടാണ് കാണിച്ച വെതർ, സോ വി ഡിഡ് നോട്ട് എക്സ്പെക്ട് ടു സീ എ സൺസെറ്റ്, ബട്ട് ഓ മൈ ഗോഡ്, seeing a sunset. ഇത് പെസിഫിക് ഓഷൻ ആണ് കേട്ടോ. സോ ഓറിഗൺ ഇസ് ഇൻ ദ പെസിഫിക് കോസ്റ്റ്. നമ്മുടെ നാട്ടിലൊക്കെ ഇന്ത്യൻ ഓഷൻ, വെസ്റ്റ് കോസ്റ്റിൽ പെസിഫിക്കും പിന്നെ അറ്റ്ലാന്റിക് വന്നിട്ട് ഫ്ലോറിഡ ആ സൈഡൊക്കെയാണ്. ബട്ട് വർത്ത് ഇറ്റ്.
നമുക്കപ്പോൾ നേരെ സനയുടെ അടുത്തോട്ട് പോവാം, എന്നിട്ട് അവിടെ നിന്ന് ബാക്കി കാണാം. ഈ ഒരു ബീച്ചിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ് ഇത്. ഈ റോക്കും പിന്നെ ഈ സൺസെറ്റ് ടൈമും പിന്നെ ഇവിടെ കുറേ സീകളൊക്കെ ഉണ്ട്. സംഭവം നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ കുറേ സമയം നിൽക്കാൻ, ഞാൻ കുറേ സമയമായിട്ട് ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഈ സൺസെറ്റ്. പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റുന്നില്ല, അത്രയും ബ്യൂട്ടിഫുൾ ആണ്. സോ ഞാൻ കുറേ സമയമായി ഇവിടെ തന്നെ നിൽക്കുന്നത്. അജി അവരൊക്കെ ആ സൈഡിൽ പിക്ചറൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ പിക്ചർ ഇപ്രാവശ്യം അത്ര എടുത്തില്ല. ഈ സീകൾ കുറച്ച് അഗ്രസീവാണ്, കടിക്കുന്നൊക്കെയാണ്, കെയർഫുൾ ആയിരിക്കണം ഇവരുടെ അടുത്ത് എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് ഞാൻ അധികം അടുത്തേക്ക് പോകുന്നില്ല. ഏകദേശം സൺസെറ്റ് ടൈം ആവാറായി. നമ്മളിപ്പോൾ വന്നിട്ട് സന അവിടെ സൺസെറ്റിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യാണ്. ഐ എം ജസ്റ്റ് ഗോയിങ് നിയർ ഹർ റൈറ്റ് നൗ. എന്നിട്ട് ഈ ബ്യൂട്ടിഫുൾ സൺസെറ്റ് ഇങ്ങനെ കാണാനാണ് പ്ലാൻ. സോ ലെറ്റ്സ് ഗോ ദെയർ ആൻഡ് എൻജോയ് ദ സൺസെറ്റ് ഗൈസ്. സോ ബ്യൂട്ടിഫുൾ ഔട്ട് ദെയർ. അവിടെ ദൂരെ നിൽക്കുന്നതാണ് സന കേട്ടോ. ഷീസ് ഒറ്റയ്ക്ക് ഇന്ന് സൺസെറ്റിനെ ഇങ്ങനെ കണ്ട് ആസ്വദിക്കുകയാണ്. I'm going near her right now. സത്യല്ലേ, ഞാൻ ഇവരടുത്ത് പറയായിരുന്നു നീ ഇങ്ങനെ സൺസെറ്റ് കാണാൻ നിൽക്കുകയായിരുന്നെന്ന്. ഞങ്ങൾ ഫുൾ വൈൻഡ് അപ്പ് ചെയ്തു. സൺസെറ്റ് നമ്മൾ കണ്ടിരുന്നത് പകുതി വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ലൈഫിലെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് സൺസെറ്റ് ആയിരുന്നു ഇന്ന്. സോ വേണമെങ്കിൽ തിരിഞ്ഞു വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം. തീർന്നു, സൺസെറ്റ് ആയി. അവിടെ ഓൾമോസ്റ്റ് ഗോൺ. അപ്പോൾ ഞങ്ങൾ ക്ലിപ്സ് ഓരോ ദിവസങ്ങളിൽ പോകുന്ന സ്ഥലങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ 2 പാർട്ടായിട്ടായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. സോ ഇത് ഏത് പാർട്ടിൽ വരുന്നത് ഞങ്ങൾക്ക് അറിയില്ല, ബട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും അല്ലേ? യെസ്. അപ്പോൾ എന്തായാലും see ya, bye bye. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. ഞങ്ങൾ ഇന്ന് നന്നായിട്ട് എൻജോയ് ചെയ്ത്. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെയുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് എന്തായാലും നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഇട്ട് വെച്ചോളൂ. അത്രയും ബ്യൂട്ടിഫുൾ ആണ്, നിങ്ങൾ എന്തായാലും ഡിസപ്പോയിൻറ്റഡ് ആവില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഈ ഒരു മോഡ് പിസ്സ ഇവിടെ കുറച്ച് ഫേമസ് ആണ്. അപ്പോൾ അത് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി, അവർ കസ്റ്റമൈസ് ചെയ്ത് തരും. അപ്പോൾ അതും കൂടെ കഴിച്ചിട്ട് ഇന്നത്തെ ഒരു ഡേ ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒരു കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും കമൻറ്റിൽ ഇടുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വ്ളോഗായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.